പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള ആശയപരവും രാഷ്ട്രീയവുമായ ഏറ്റുമുട്ടൽ കാഴ്ച കൂടിയായി മാറുകയാണ്. വന്ദേ മാതരം, വോട്ട് ചോരി, SIR അങ്ങനെ വിവിധ വിഷയങ്ങളെ ചൊല്ലി വാക്പോരുകളും നിറഞ്ഞ സമ്മേളന കാലമാണിത്. വന്ദേ മാതരത്തെ ചൊല്ലി മോദി കോൺഗ്രസ് ഏറ്റുമുട്ടൽ, വോട്ട് ചോരിയെ ചൊല്ലി അമിത്ഷാ രാഹുൽ വാക്പോരുമെല്ലാം വലിയ തരത്തിൽ ചർച്ചയായി. അമിത്ഷാ രാഹുൽ വാക്പോര് സഭയ്ക്ക് പുറത്തേക്ക് പോലും വ്യാപിച്ചു. പതിവ് പോലെ നെഹ്റു വിമർശനമാണ് ഇത്തവണയും BJPയുടെ പ്രധാന ആയുധം. ആദ്യം RDX റാപ്പ്. പാർലമെന്റിലെ വന്ദേമാതരം ചർച്ച ആശയപ്പോരായിരുന്നുവെങ്കിൽ SIR-ലേക്കും വോട്ട് ചോരിയിലേക്കും മാറിയപ്പോൾ രാഷ്ട്രീയ പോരായി മാറി. ഇരു ചർച്ചകളിലും BJP നെഹ്റുവിനെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുവെന്നത് ശ്രദ്ധേയമാണ്. കോൺഗ്രസും നെഹ്റുവും വന്ദേമാതരത്തിനെതിരാണെന്നതിൽ ഊന്നിയായിരുന്നു BJPയുടെ ആദ്യ ആരോപണങ്ങൾ. വന്ദേമാതരത്തിനെതിരെ മുഹമ്മദ് അലി ജിന്ന എതിർപ്പുന്നയിച്ചപ്പോൾ അതിനു മുന്നിൽ നെഹ്റു മുട്ടുമടക്കിയെന്ന് മോദി ആരോപിച്ചു. വന്ദേമാതരത്തിലെ ഹിന്ദു ദേവതകളെ കുറിച്ചുള്ള ഭാഗം വെട്ടിമാറ്റിയത് കോൺഗ്രസ് ആണെന്നും അതാണ് വിഭജനത്തിന് വിത്തുകൾ പാകിയതെന്നും നരേന്ദ്രമോദി കുറ്റപ്പെടുത്തി. ഗാന്ധിജിയുടെ വികാരത്തിന് വിരുദ്ധമായാണ് നെഹ്റുവും കോൺഗ്രസും പ്രവർത്തിച്ചതെന്നും ആരോപിച്ചു. നെഹ്റുവിന്റെ പ്രീണന രാഷ്ട്രീയമാണ് വന്ദേമാതരത്തിൽ പ്രതിഫലിച്ചതെന്ന് അമിത്ഷായും ചൂണ്ടിക്കാണിച്ചു. സ്വാതന്ത്ര്യത്തിനുള്ള മുദ്രാവാക്യമായി വന്ദേമാതരത്തെ മാറ്റിയത് കോൺഗ്രസ് ആണെന്ന് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ വാദിച്ചു. ജവഹർലാൽ നെഹ്റുവിനെ അപമാനിക്കാനുള്ള ഒരു അവസരവും മോദി നഷ്ടപ്പെടുത്താറില്ലെന്നും ഖർഗെ പറഞ്ഞു. വന്ദേമാതരം രണ്ട് ഖണ്ഡികകൾ മാത്രം ആലപിക്കാൻ കോൺഗ്രസ് പ്രവർത്തക സമിതി എടുത്ത തീരുമാനത്തിന്റെ പേരിൽ നെഹ്റുവിന്റെ പ്രതിച്ഛായയെ ലക്ഷ്യം വെക്കാനാണ് മോദി ശ്രമിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇതിനു പിന്നാലെയാണ് വോട്ട് ചോരിയിലും ഭരണ പ്രതിപക്ഷ ഏറ്റുമുട്ടൽ ഉണ്ടായത്. RDX റാപ്പ് ന്യൂസ് മലയാളം. വോട്ടുകൊള്ള സംബന്ധിച്ച തന്റെ ആരോപണങ്ങളിൽ ചർച്ച വേണമെന്ന് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പറഞ്ഞു. എന്ത് സംസാരിക്കണമെന്ന് താൻ തീരുമാനിക്കുമെന്ന് അമിത്ഷാ മറുപടി നൽകി. വോട്ടർ പട്ടികയിൽ യഥാർത്ഥ വോട്ടർമാർ മാത്രമേ ഉള്ളൂ എന്ന് അമിത്ഷാ പറഞ്ഞു. കോൺഗ്രസ് ജയിക്കുമ്പോൾ പ്രശ്നമില്ല, പുതുവസ്ത്രം ധരിച്ച് സത്യപ്രതിജ്ഞ ചെയ്യും. ബീഹാറിലെ പോലെ പരാജയപ്പെട്ടാൽ വോട്ടർ പട്ടികയിൽ പ്രശ്നമുണ്ടെന്ന ഇരട്ട നിലപാട് കോൺഗ്രസിനുണ്ടെന്നും അമിത്ഷാ. രാജ്യത്ത് വോട്ടുകൊള്ള ആദ്യമായി നടത്തിയത് നെഹ്റുവെന്നും അമിത്ഷായുടെ ആരോപണം. ഇന്ത്യൻ പൗരത്വം ലഭിക്കും മുൻപ് സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ പേര് ചേർത്തുവെന്നും ആരോപണം ഉയർന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ പദവിയിലിരിക്കെ എടുക്കുന്ന നടപടിക്ക് നിയമപരിരക്ഷ നൽകുന്നത് ചോദ്യം ചെയ്തിരിക്കുന്നു രാഹുൽ ഗാന്ധി. തന്റെ ആരോപണങ്ങളിൽ തെരഞ്ഞെടുത്തവ മാത്രമാണ് അമിത്ഷാ വിശദീകരിച്ചതെന്നും രാഹുൽ പറഞ്ഞു. തന്റെ 3 വാർത്താ സമ്മേളനങ്ങളെ കുറിച്ച് സംവാദത്തിന് വെല്ലുവിളിക്കുകയാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. അമിത്ഷാ സമ്മർദ്ദത്തിലാണ് എന്ന ആരോപണവും ഉയർന്നു. വോട്ട് ചോരി വാർത്താ സമ്മേളനത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അമിത്ഷായെ വെല്ലുവിളിച്ചിട്ടും മറുപടി ലഭിച്ചില്ലെന്ന് രാഹുൽ പറഞ്ഞു. പാർലമെന്റിൽ അമിത്ഷാ ഉപയോഗിച്ചത് മോശം ഭാഷ, അദ്ദേഹത്തിന്റെ കൈകൾ വിറച്ചെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. പ്രശംസിച്ചിരിക്കുന്നു മോദി അമിത്ഷായെ. രാഹുലിന്റെ വോട്ട് ചോരി ആരോപണങ്ങൾക്ക് നൽകിയ മറുപടിയിൽ അമിത്ഷായെ പ്രശംസിച്ചിരിക്കുന്നു മോദി. 102 ഡിഗ്രി പനി പോലും അവഗണിച്ച് അമിത്ഷാ മറുപടി നൽകിയതിനെ അഭിനന്ദിച്ച് BJP നേതാക്കളും രംഗത്തെത്തി. 1.5 മണിക്കൂറാണ് കൂടിക്കാഴ്ച നീണ്ടത്. എന്താണ് കൂടിക്കാഴ്ച എന്ന് നോക്കാം. അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി ബുധനാഴ്ച നടന്ന നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി അമിത്ഷാ കൂടിക്കാഴ്ച. ശീതകാല സമ്മേളനത്തിനിടയിലെ കൂടിക്കാഴ്ച 88 മിനിറ്റ് നീണ്ടുനിന്നു. അമിത്ഷായും ഭാഗമായി. കൂടിക്കാഴ്ച ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കുന്നത് ചർച്ച ചെയ്യാനായിരുന്നു. പക്ഷേ കൂടിക്കാഴ്ചയുടെ ദൈർഘ്യം കൂടിയത് വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തു. 8 ഇൻഫർമേഷൻ കമ്മീഷണർമാരുടെ നിയമനവും ചർച്ച ചെയ്താണ് ചർച്ച നീളാൻ കാരണമെന്നാണ് വിശദീകരണം വന്നിരിക്കുന്നത്. കമ്മിറ്റിക്ക് മുമ്പാകെ എത്തിയ എല്ലാ നിയമനങ്ങളെയും രാഹുൽ ഗാന്ധി എതിർത്തതായും വിവരമുണ്ട്. ഇത്രയുമാണ് ഡാറ്റയിലുള്ളത്. സനീഷ എന്നെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചിരുന്നു. എന്ത് ചോദിച്ചാലും നെഹ്റു 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 എന്ത് കുറ്റപ്പെടുത്തുന്ന പതിവ് പല്ലവി മോദി ഇത്തവണയും ആവർത്തിച്ചു എന്നുള്ളത് രസകരമായി പങ്കുവച്ചതാണ്. പക്ഷേ ആ രസകരത്തിനുള്ളിലൊരു കാര്യമുണ്ട്. ഇത്തവണയും നെഹ്റു തന്നെയായിരുന്നു. അതായത് നെഹ്റു എത്രമാത്രം വലിയ നേതാവായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. ആ വലുപ്പം തന്നെ അസാമാന്യമായതാണ്. പക്ഷേ ലോകത്ത് തന്നെ നേതാക്കളിൽ എത്രമാത്രം വലിയ നേതാവായിരുന്നു എന്ന് നമ്മളെപ്പോലുള്ള രാഷ്ട്രീയ പഠിതാക്കൾക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കാൻ ഉതകുന്ന സാഹചര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളി ഈ BJP ആ പാർട്ടിയിലായിട്ട് പോലും നരേന്ദ്രമോദി ഇപ്പോഴത്തെ പ്രധാനമന്ത്രി നൽകുന്നത്. കാരണം എപ്പോൾ പ്രസംഗിച്ചാലും നെഹ്റു 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 എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഒരുപാടിടത്ത് തമാശയായിട്ട് പോകുന്നുണ്ട്. അദ്ദേഹം എത്ര തവണ നെഹ്റുവിൻ്റെ പേര് പറയുന്നു എന്നതാണ്. ഇതിനകത്ത് ഒരു കാര്യമുള്ളത്, ഞാനിപ്പോൾ ഈ പറഞ്ഞ സെൻറ്റൻസിൽ അത് മറ്റൊരു കാര്യമുള്ളത്, ഈ വന്ദേ മാതരം ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് നല്ല ആത്മവിശ്വാസത്തോടെ ഈ ഭരണപക്ഷം തീരുമാനിച്ചത് അതിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് പറയാൻ ചില രാഷ്ട്രീയ പോയിന്റുകളുണ്ട്, അവർക്ക് അതിനകത്തൊരു നിലപാടുണ്ട്. അതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ചില ഭാവി ലക്ഷ്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എടുക്കുന്നത് അവർ ആ ഭാവി ലക്ഷ്യങ്ങൾ വെച്ച് ഉറപ്പായിട്ടും വിജയമുണ്ടാക്കാനുള്ളൊരു പോയിന്റ് കൂടിയായിട്ടാണ് വന്ദേ മാതര ചർച്ച എടുത്ത് വെക്കുന്നതല്ല. നമുക്കറിയാമല്ലോ, അവർക്ക് ചില പോയിന്റുകൾ സ്ഥാപിക്കാനുണ്ട്. അത് രാഷ്ട്രീയമായിട്ട് ഡിവിഡൻഡ് ഉണ്ടായിത്തരുമെന്ന് അവർക്കറിയാം. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇത്തരം സംഗതികളെല്ലാം ഇപ്പോൾ സംഭവിക്കുന്നതെല്ലാം പാർലമെൻറ്റിൽ പ്രതിപക്ഷം തിരിച്ചടിക്കുകയാണ്. പ്രതിപക്ഷം ആ വടി പിടിച്ചിട്ട് ഇവരെ തിരിച്ച് മേടുന്നതാണ് നമ്മൾ കാണുന്നത്. യഥാർത്ഥത്തിൽ അതാണ് നടക്കുന്നത്.
ഈ പാർലമെൻറ്റിനകത്ത് ആർക്കാണ് ശക്തി എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റിനകത്ത് നമ്മൾ ഇത്തരം ചർച്ചകൾ നടക്കുമ്പോൾ നമ്മൾ ശക്തി കാണുന്ന പ്രതിപക്ഷത്താണ്. നിഷ്പക്ഷമായിട്ട് നോക്കണം, പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയല്ല ഇവരാകെപ്പാട് ദുർബലമായ പ്രതിപക്ഷമാണ് എന്ന ആംഗിളിൽ നിങ്ങൾ നോക്കി തുടങ്ങിയാൽ പിന്നെ നമ്മൾ 10 വർഷമായിട്ട് പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന വിധം മോദി അമിത്ഷാ ദ്വന്ദ്വം ഭയങ്കര ശക്തരാണ്, പിന്നെ രാജ്യത്തെ ആകെപ്പാടെ ഇവരെ പിടിച്ചു വെച്ചിരിക്കുകയാണ് എന്ന മട്ടിലുള്ള BJP കിട്ടിയിരിക്കുന്ന ഓവർ ഗ്ലോറിഫൈഡ് സംഗതികൾ മാറ്റിവെച്ച് നിഷ്പക്ഷമായിട്ട് നിങ്ങളൊരല്പം മാറി നിന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരം സംഗതികൾക്കകത്തെല്ലാം കാണാവുന്നത് പ്രതിപക്ഷം ദിവസം കഴിയുന്തോറും ശക്തിപ്പെട്ടു വരുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന വന്ദേമാതര ചർച്ച കൊണ്ട് തങ്ങൾക്കാണ് നേട്ടമുണ്ടാകുക എന്ന് വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അപ്പുറത്താണ്. തിരിച്ച് വോട്ട് ചോരിയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ. അതുകൊണ്ടാണ് അമിത്ഷാ ഈ വല്ലാതെ ചൂടായിക്കൊണ്ട് സംസാരിക്കുന്നത്, വല്ലാതെ ശബ്ദം ഉറക്കെ ഉയർത്തി സംസാരിക്കുന്നത്, പ്രത്യേകമായിട്ട് രാഷ്ട്രീയ ശ്രദ്ധ നേടുന്നത്. അദ്ദേഹം സമ്മർദ്ദത്തിലാണ് എന്ന് രാഹുൽ ഗാന്ധി ഇതിന് മറുപടി പറയുന്നതോട് കൂടിയിട്ട് രാഹുൽ ഗാന്ധി പപ്പു എന്ന് പറഞ്ഞ് പരിഹസിക്കപ്പെട്ടിരുന്നത് അപ്പുറത്തുള്ള ആളുകളിലേക്ക് ആ ഒരു പരിഹാസപദം മാറി. മീൻസ് ആ വാക്കങ്ങോട്ട് മാറി എന്നല്ല, പക്ഷേ പരിഹസിക്കപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചൂടാവുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഉള്ളൊരു മേൽക്കൈ ഇദ്ദേഹത്തിന് കിട്ടുകയാണ് ചെയ്യുന്നത്. ഈ എന്തോ ഒരു മോശം വാക്കൊക്കെ ഉപയോഗിച്ചു എന്ന മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഭയങ്കരമായിട്ട് വിറച്ചു എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചല്ലോ. എന്തുകൊണ്ടാണ് 102 ഡിഗ്രി പനിയുണ്ടായിട്ടും നന്നായിട്ട് സംസാരിച്ചു എന്ന് പ്രധാനമന്ത്രി ആ പനിയെ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ടാവുക? നല്ല കാര്യമായിട്ട് നമ്മൾ എടുത്താൽ മതി. കാരണം അദ്ദേഹത്തിന് പനിച്ചിട്ട് പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യം നിറവേറ്റിയല്ലോ. ഇത്ര പനിയോടെ വന്നിട്ട് പോലും അദ്ദേഹം വളരെ ഷാർപ്പായി സംസാരിച്ചല്ലോ. പക്ഷേ കൈ വിറച്ചു എന്ന ആക്ഷേപത്തിന് അതിനിങ്ങനൊരു എക്സ്റ്റേണൽ കാരണം ഉണ്ടായിരുന്നു എന്ന് പറയുകയല്ലേ പ്രധാനമന്ത്രി ചെയ്തത് എന്നുകൂടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താണ്? ആ ടെമ്പർ പോയി. മീൻസ് വളരെ കാമായിട്ട് നിന്ന് സംസാരിക്കാൻ, അമിത്ഷാ അങ്ങനെ സംസാരിക്കുന്ന ആളാണ്. പാർലമെൻറ്റിൽ വളരെ കാമായിട്ട് പ്രതിപക്ഷത്തോട് ചിരിച്ചും പരിഹാസത്തോടെയും സംസാരിക്കുന്ന ആളാണ്. പക്ഷേ ചില പ്രധാനപ്പെട്ട പോയിന്റുകൾ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ കാംനെസ് പോയി. ആ കാംനെസ് പോകുന്നത് എങ്ങനെയാണ്? ബിനിൽ ഞാനും തമ്മിൽ തർക്കിക്കുമ്പോൾ എൻ്റെ ചൂടായി പോകുന്നത് എങ്ങനെയാണ്? ബിനിൽ എനിക്ക് നിഷേധിക്കാൻ പറ്റാത്ത പോയിൻ്റ് ഒന്നും ഇങ്ങോട്ട് ഇടുമ്പോഴാണ് എൻ്റെ പിടിവിട്ട് പോവുക. അങ്ങനെയല്ലേ സംഭവിച്ചത് എന്ന് നാട്ടുകാർക്ക് തോന്നുന്ന വിധത്തിലേക്ക് വന്നു. ഒരുപാട് വിഷയങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. പക്ഷേ ഉണ്ടായി വന്നത് മോദി അമിത്ഷാ ദ്വന്ദ്വം പോലെ പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധി ദ്വന്ദ്വം അങ്ങനെ വളർത്തുമോ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പുറത്ത്, പാർലമെൻറ്റിനകത്തുള്ള കാര്യങ്ങളല്ല പുറത്ത്. പക്ഷേ അങ്ങനെ പ്രതിപക്ഷത്തുള്ള ആൾക്ക് പ്രതീക്ഷിക്കാവുന്ന നിലയിലേക്ക് ഇവർ രണ്ടുപേരും ഉയർന്നു വരുന്നു എന്നൊരു തോന്നലാണ് എനിക്കുണ്ടായിട്ടുള്ളത്. നിശ്ചയമായും അത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രിയങ്ക രാഹുൽ ജോയിൻ്റ് ഓപ്പറേഷൻ നമ്മൾ സമീപകാലത്ത് കണ്ടിട്ടില്ല. അതായത് പ്രിയങ്ക ഗാന്ധി നമ്മൾ ഇപ്പോൾ വന്ന ആളാണല്ലോ, പക്ഷേ അതേ സാഹചര്യത്തിൽ തന്നെ ഈ ജോയിൻ്റ് ഓപ്പറേഷൻ വളരെ മനോഹരമായി തന്നെ അവിടെ നടപ്പാക്കാൻ ഐക്യപ്രതിപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതാണ്. കോൺഗ്രസ് മാത്രമല്ല, പ്രതിപക്ഷത്തിൻ്റെ ഒരു കോർഡിനേഷൻ അവിടെ വളരെ ശക്തമായി ഉണ്ടായി ഈ വിയോജിപ്പുകൾക്കിടയിലും എന്നുള്ളത് ആശ്വാസം പകരുന്നതാണ്, പ്രതീക്ഷ പകരുന്നതാണ്, പ്രത്യേകിച്ച് ഇത്തരം വിഷയങ്ങളിൽ. മാത്രമല്ല രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കാൻ ആകെ ഉള്ളത് ഈ പാർലമെൻറ്റ് സമ്മേളനം മാത്രമാണ്. കാരണം കേരളത്തിലുള്ള മാധ്യമങ്ങളല്ലാതെ ഇതാരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിൽ ഒതുങ്ങി നിൽക്കുന്ന മാധ്യമങ്ങളല്ലാതെ ഇതാരും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നിരാശാകരമായ കാര്യമാണ്. അപ്പോഴും ഈ പറയുന്ന സനീഷ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആ കണ്ണിലൂടെ മാത്രം, അതായത് ഇത് വളരെ വീക്കായിട്ടുള്ള പ്രതിപക്ഷമാണ്, രാഹുൽ ഗാന്ധി പപ്പുവാണ്, പ്രിയങ്ക ഗാന്ധി പിങ്കിയാണ്, ഇപ്പം ഇവർ പറയുന്ന ഇത് എല്ലാം മണ്ടത്തരമാണ് എന്ന് ഈ എക്കോസിസ്റ്റത്തിൻ്റെ ഭരണ അനുകൂലികളായിട്ടുള്ള എക്കോസിസ്റ്റത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഗോഡി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രതിഫലിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ കേൾക്കുന്നുള്ളൂ. അപ്പം ആ അർത്ഥത്തിൽ ഇവർക്ക് നേരിട്ട് കേൾക്കാനും വിലയിരുത്താനും സാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ജനാധിപത്യത്തിൽ ആശ്വാസകരമാണ്. കൃത്യമായിട്ടും ജനാധിപത്യത്തെ ചലനാത്മകമാക്കുന്ന ചർച്ചകളാവണം നിയമനിർമ്മാണ സഭകളിൽ ഉണ്ടാവേണ്ടത്. അവിടെ നടക്കുന്ന ഓരോ പരാമർശവും ഈ രാജ്യത്തിന് മുന്നിൽ അക്കൗണ്ടബിൾ ആവുന്നവയാണ്, രാജ്യം ഓഡിറ്റ് ചെയ്യുന്ന രേഖയാണ്. ഈ ശീതകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ ഏറ്റവും വലിയ ചർച്ചയാവുക രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ട് ചോരി ആരോപണമായിരിക്കുമെന്ന് രാജ്യം പ്രതീക്ഷിച്ചതാണ്. അതിന് യുക്തിഭദ്രമായ ഒരു വിശദീകരണം രാജ്യം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങൾ എല്ലാം തീർത്തും സാങ്കേതികമാണെന്ന് ചൂണ്ടിക്കാട്ടി അവഗണിക്കുകയോ പരിഹസിക്കുകയോ അവഗണിച്ച് തള്ളുകയോ ചെയ്യുന്ന ട്രഷറി ബെഞ്ചിനെയാണ് നമ്മൾ കണ്ടത്. ജവഹർലാൽ നെഹ്റുവിനെ പള്ളു പറഞ്ഞ് ചരിത്രത്തെ തിരസ്കരിച്ച് സോണിയുടെ പൗരത്വം പ്രശ്നവൽക്കരിച്ചും ദുർബല പ്രതിരോധങ്ങൾ മറയാക്കിയും എത്ര കാലം ഇങ്ങനെ മറുപടിയില്ലാതെ തുടരാൻ BJPക്കും അവർ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനുമാകും? സഭയിൽ പരിഹസിച്ചും ക്ഷോഭിച്ചും ഇല്ലാതാക്കിയെന്ന് കരുതിയാലും ആ ചോദ്യങ്ങൾ ബാക്കിയാണ്. അത് ഈ രാജ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും.